ലാൻഡ് ടാക്സ് മാറ്റണമെങ്കിൽ റവന്യൂ മന്ത്രിയോട് സംസാരിക്കണം. മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് മാറ്റണമെങ്കിൽ ഗതാഗത മന്ത്രിയോട് സംസാരിക്കണം. അതുപോലെ മദ്യത്തിന് മേലുള്ള നികുതിയുടെ കാര്യമാണെങ്കിൽ അത് എക്സൈസ് മന്ത്രിയോട് സംസാരിക്കണം. അവിടുത്തെ സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്യണം. അതൊന്നും ചെയ്യാതെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. എന്തിനായി തന്നത്? വി ഡി സതീശൻ പറയുന്നത് നമ്മൾ മിതമായിട്ടുള്ള മദ്യപാനം അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പതിവാണ്, അങ്ങനെ ഉള്ളൊരു ശീലത്തിലേക്ക് കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ പ്രശ്നം ഇതുകൊണ്ട് അവസാനിക്കില്ല കേട്ടാ. ഈ ബഡ്ജറ്റിലെ പല നിർദ്ദേശങ്ങളും സമ്മതമല്ല കേരളത്തിന്. AK വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ഇനി നടക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ഇപ്പോൾ ചർച്ചകൾക്ക് വീര്യം കൂടുകയാണ്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് വി ഡി സതീശൻ സഭയിൽ വെച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് തോമസ് ഐസക്കിന്റെ ബജറ്റിൽ നികുതി കുറച്ചിട്ടുണ്ട് മദ്യത്തിന് എന്നുള്ളതാണ്. അപ്പൊ എത്ര തുക കിട്ടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. എന്താണ് മറുപടി? എന്റെ വി ഡി സതീശൻ അന്ന് ചോദിച്ചില്ല? അദ്ദേഹം അന്ന് പ്രതിപക്ഷത്തുണ്ട്. പ്രതിപക്ഷ നേതാവല്ലായിരുന്നെങ്കിലും വി ഡി സതീശൻ എഴുന്നേറ്റാൽ ഞാൻ വഴങ്ങുമായിരുന്നു. പക്ഷെ അന്നൊന്നും ചോദിക്കാതെ ചോദ്യം 10 വർഷം കഴിഞ്ഞ് ഇപ്പൊ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാരണം അന്ന് ചോദിച്ചിരുന്നെങ്കിലേ ചോദ്യത്തിന്റെ മണ്ടത്തരം എല്ലാവർക്കും അപ്പ തന്നെ ബോധ്യപ്പെട്ടാണ്. കാരണം 2018-19 ചെയ്തത് എന്താണെന്നറിയാമോ? വിദേശ നിർമ്മിത വിദേശ മദ്യം ഇറക്കുമതി ചെയ്യുന്നതും ഹോൾസെയിൽ വിൽപ്പന ചെയ്യുന്നതും നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ വഴിയാക്കി. അതിക്ക് മുമ്പ് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകാരൊക്കെ നേരിട്ട് ഇറക്കുമതി ചെയ്ത് അവർ വിൽക്കുമ്പോൾ കുറച്ച് നികുതി നമുക്ക് തരും. അത് വലിയ നികുതി വെട്ടിപ്പായിരുന്നു. അതങ്ങ് അവസാനിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ 150% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. അതിന്റെ പുറത്ത് ഈ 210% വിൽപ്പന നികുതി കൂടി ചുമത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊഹിബിറ്റീവാണ്. അത് നല്ലത് അങ്ങ് നിരോധിക്കല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? കസ്റ്റംസ് നികുതി 150% കൊടുത്തു. ആ വിദേശ മദ്യത്തിന്റെ മേലുള്ള നികുതി കുറച്ചു. കുറച്ച നികുതിയും കൂടി ചേർക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന മദ്യത്തിനുള്ള നിരക്കിനേക്കാൾ കൂടുതൽ വരും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ഇങ്ങനെ ചിന്തിച്ചട്ടോ. അപ്പൊ വില കുറച്ച് ഇറക്കുമതി ചെയ്താലോ? വളരെ ഇറക്കുമതി ചെയ്യുന്ന അവിടെയുള്ള വില വളരെ താന്നു പോയാലോ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഒരു കേസ് ലിറ്ററിന് 9 ലിറ്ററിന് 6000 രൂപയെ കുറയാൻ പറ്റില്ല. 6000 രൂപ എത്ര കുറഞ്ഞാലും 6000 രൂപയാണ് എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും നികുതി ചുമത്താം. രണ്ടാമതൊന്നും കൂടി ചെയ്തു. മദ്യത്തിന്റെ പ്രൂഫ് ലിറ്റർ എത്രയെന്ന് നോക്കും, ആൽക്കഹോൾ കണ്ടന്റ്. 1 ലിറ്ററിന് 80 രൂപ അഡീഷണൽ ആയിട്ടും നികുതി വെച്ചു 1 ലിറ്ററിന്. അപ്പൊ ഇതാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് 60 കോടി രൂപ അധിക വരുമാനം സംസ്ഥാനത്തിനുണ്ടായി. ഇത് വെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ പിടിച്ചു. ഇത് ആണ് 2018-19 നടന്നത്. ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ നടക്കുന്നത് കേരളത്തിലെ കൃഷിക്കാർക്ക് ഇനിയിപ്പോ നമ്മുടെ പുരയുടെ കൃഷിയിലൊക്കെ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം. അല്ലാതെ ഈ തെങ്ങ് മാത്രം വെച്ചൊന്നും കാര്യമില്ല. പണ്ടത്തെ പോലെയാണ് പുരയുടെ കൃഷി. ഒരുപാട് ഫലവൃക്ഷങ്ങൾ വരും. അത് പഴമായിട്ട് വിൽക്കുന്നതിനേക്കാൾ ആദായകരം അതിൽ നിന്ന് വളരെ വീര്യം കുറഞ്ഞ 5%, 10%. ഇപ്പൊക്കെ വീടുകളിൽ ഈസ്റ്ററിനും ഒക്കെ ക്രിസ്മസിനും ഒക്കെ വൈനുണ്ടാക്കും. ആ മാതൃകയല്ല, അങ്ങനെയല്ല കേട്ടോ. പുറത്ത് വെക്കാൻ പോകുമ്പോൾ അതിന്റെ രീതികളുണ്ട്. ഇതുപോലുള്ള വൈൻ, അതിനെ ഹോർട്ടി വൈൻ എന്ന് പേര് കൊടുത്ത്, വെറും വീര്യം കുറഞ്ഞതല്ല,
വീര്യം കുറഞ്ഞതുമാണ്. കൃഷിക്കാർ പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ആ ഹോർട്ടി വൈന് ഇവിടെ നികുതി കുറച്ചു. പക്ഷെ അപ്പൊ നിയമത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പേരുണ്ട്. പക്ഷെ നികുതി നിശ്ചയിച്ചത് ഈ ഹോർട്ടി വൈന് മാത്രമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ പ്രത്യേക വിഭാഗം ഹോർട്ടി വൈന് മാത്രമാണ് ഇവിടെ നികുതി കുറച്ചത്. അത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടപ്പോ ഈ ബക്കാർഡിയൊക്കെ അന്നും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാരും അവർ കയറിയിറങ്ങി നടക്കുകയാണ്. കാരണം ഇപ്പൊ അതാണ് ഫാഷൻ. ഈ റെഡി ടു ഡ്രിങ്ക്, ഇതില് കോക്ടെയിൽ ഉണ്ടാക്കാൻ നടക്കാനൊന്നും നേരമില്ല. നേരെ മദ്യപാനം പെട്ടെന്ന് ചെയ്യാം, എളുപ്പമായിട്ട് കൂൾ ഡ്രിങ്ക് കുടിക്കുന്ന പോലെ. അപ്പൊ അതാണ് ഫാഷൻ. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യങ്ങൾ തങ്ങളുടേത് വിൽക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിനെ സമീപിച്ച് 3 വർഷമായിട്ട് പലവട്ടം 3 പ്രാവശ്യം നോ പറഞ്ഞു വിട്ടതാ. അതാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ഘടകകക്ഷിയോട് ചർച്ച ചെയ്യണം, UDF ചർച്ച ചെയ്യണം. ചെയ്തിട്ടില്ല. പിന്നെ അത് ബഡ്ജറ്റിന് മുമ്പ് പറ്റിയെന്ന് വരില്ല. പക്ഷെ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കണമെന്ന്. ധനമന്ത്രി ആയതുകൊണ്ട് എന്തും നിശ്ചയിക്കാൻ പറ്റത്തില്ല. സെയിൽ ടാക്സും GSTയും ധനമന്ത്രിക്ക് തന്നെ തീരുമാനിക്കാം. ലാൻഡ് ടാക്സ് മാറ്റണമെങ്കിൽ റവന്യൂ മന്ത്രിയോട് സംസാരിക്കണം. മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് മാറ്റണമെങ്കിൽ ഗതാഗത മന്ത്രിയോട് സംസാരിക്കണം. അതുപോലെ മദ്യത്തിന് മേലുള്ള നികുതിയുടെ കാര്യമാണെങ്കിൽ അത് എക്സൈസ് മന്ത്രിയോട് സംസാരിക്കണം. അവിടുത്തെ സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്യണം. അതൊന്നും ചെയ്യാതെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. എന്തിനായി ധൃതി? അപ്പൊ ഞാൻ എന്ത് കിട്ടിയെന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിയമസഭയിലെ VD സതീശൻ ചോദിച്ച ചോദ്യം തിരിച്ചൊന്ന് ചോദിച്ചതാ. MP രാജേഷിനോട് ചോദിച്ച ചോദ്യം ഉണ്ടോ, നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നു? അത് ഞാനങ്ങ് തിരിച്ചു വെച്ചേ ഉള്ളൂ. ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടുമ്പോഴേ 4 പേരുടെ സ്വന്തം നേരെയുണ്ടെന്നുള്ള മറന്നു പോകരുത്. അദ്ദേഹം വലിയ ഡിബേറ്ററാണ്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മലക്കം പറഞ്ഞ് നിന്ന് സംസാരിക്കാനും വാദിക്കാനും കഴിയും. അപ്പോ എത്ര കിട്ടിയെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. എന്റെ കാര്യം 10 വർഷം മുമ്പ് നടന്നതല്ലേ. അന്ന് അങ്ങ് പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പോഴേ കുത്തിപ്പോക്കുന്നത്? ഇപ്പോ വിഷയം പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. പക്ഷേ ബജറ്റിന് മേലുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ റിപ്പോർട്ട് 1-ാം തീയതിക്കകം സമർപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതിനുശേഷം ഒരു ചർച്ച എന്നതുകൊണ്ട് കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് ഇങ്ങനെ ചൂടപ്പം പോലെ ബഡ്ജറ്റും നികുതിയും പാസ്സാക്കിയെടുത്തു പോകുന്നു. 2016 ഞാൻ പറയാം, ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓരോ വകുപ്പിന്റെ ഡിമാൻഡും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കി. അതിനു മുമ്പ് സബ്ജക്ട് കമ്മിറ്റി ഇങ്ങനെ മാസങ്ങളെടുത്തൊന്നുമല്ല, പെട്ടെന്ന് എല്ലാ സബ്ജക്ട് കമ്മിറ്റിയും കൂടി പരിശോധിച്ചിട്ട് വന്നു. ഇപ്പൊ അതില്ല. അത് പോട്ടെ, അതിപ്പോ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു ധാരണ എത്തിക്കൊണ്ടുപോകുന്നു. പക്ഷെ ഫിനാൻസ് ബില്ല് അത് പാസ്സാക്കണ്ടേ? അപ്പൊ ഇപ്പൊ ഫിനാൻസ് ബില്ലിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള അസന്നിഗ്ധാവസ്ഥയായി. ഉണ്ടാവോ? വേണോ? വേണ്ടേ? വേണ്ടണം. ഇതൊരു വലിയ കഷ്ടമാണ് കേട്ടോ. ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടേ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അത് വേണോ വേണ്ടേ എന്നിങ്ങനെ വീണ്ടും ചിന്തിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തം, ഇതും വെച്ചൊരു ഫിനാൻസ് ആക്ട് പാസ്സാക്കാൻ പറ്റൂല. അത്രക്ക് എതിർപ്പുണ്ടെന്ന് വിചാരിക്കണ പോലെയല്ല ഇപ്പൊ ആളുകൾ പറഞ്ഞു കിടക്കുന്നത്. തർക്കം, വീര്യം കൂടിയ മദ്യം വിതരണം ചെയ്താൽ മദ്യാസക്തി കൂടുമെന്ന് ചിലര്.
ആണ് പള്ളിയും ഒക്കെ പറയുന്നത്. വേറെ ചിലർ പറയുന്നത്, VD സതീശൻ പറയുന്നത്, നമ്മൾ ഒരു മിതമായിട്ടുള്ള മദ്യപാനം, അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പതിവാണ്, അങ്ങനെ ഉള്ളൊരു ശീലത്തിലേക്ക് കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ യഥാർത്ഥ പ്രശ്നം അതല്ല. യഥാർത്ഥ പ്രശ്നം കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്ത ഒരു കമ്പോളം നിങ്ങൾ മറ്റു കമ്പനികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇതെങ്ങനെ പാസ്സാക്കിയിട്ട് UDF നാട്ടിലിറങ്ങട്ടെ? സമിതി പഠിച്ച് വേണ്ടെന്ന് പറഞ്ഞാൽ പോലുവേ ഈ കമ്പനികൾക്ക് ഈ കോടതിയിലേക്ക് പോകാനുള്ള ഒരു ലൂപ്പ് ഹോൾ അവിടെ ഉണ്ടാക്കി കൊടുക്കല്ലേ ശരിക്കും പറഞ്ഞു? അവർ നിശ്ചയമായിട്ടും നോക്കും. അവര് പറയാൻ പോണത് വിവേചനമാണ്, അതിന്റെ ഗൈഡ് ലൈൻ ഉണ്ട്, ഇതിങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാണെന്നൊക്കെ പറയും. പക്ഷേ അതില്ല. കോടതിക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമസഭ ഉണ്ടാക്കണ്ടേ? കാര്യം നടക്കുന്നത് നിയമസഭയിലെ തീരുമാനം അനുസരിച്ചല്ലേ. അപ്പൊ കേരള നിയമസഭ വേണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ പ്രശ്നം ഇതുകൊണ്ട് അവസാനിക്കില്ല കേട്ടാ. ഈ ബഡ്ജറ്റിലെ പല നിർദ്ദേശങ്ങളും സമ്മതമല്ല കേരളത്തിന്. AK വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ഇനി നടക്കില്ല. സ്വകാര്യ മൂലധനം വേണോ വേണ്ടോ, നിക്ഷേപം വേണോ വേണ്ടോ എന്നുള്ളത് തർക്കമല്ല. നമുക്കൊരുമിച്ച് ചെയ്യാവുന്ന LDFന്റെ ഏറ്റവും വലിയ ക്ലെയിം എന്താ? ഞങ്ങള് 9 വർഷം കൊണ്ട് 22ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കിടന്ന കേരളത്തെ ഏതാണ്ട് മുൻനിരയിലെത്തിച്ചു എന്നുള്ളതല്ലേ. പക്ഷെ നമ്മുടെ മറ്റ് സ്വകാര്യ മൂലധനം കൊണ്ടുവരുന്നതിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അയ്യോ ഞങ്ങൾ സ്വകാര്യ മൂലധനത്തേക്ക് എതിർക്കുന്നു എന്നും പറയണ്ട. എതിർക്കുന്നില്ല, എതിർക്കുന്ന സ്വകാര്യവൽക്കരണത്തെയാണ്. അത് പറ്റൂല. പൊതുമേഖല വിറ്റുള്ള വിസ്മയം ഒന്നും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെയർ എർത്ത്, ധാതു മണല്, കരിമണല് ഇപ്പോ KMML മാത്രമാണ് അത് ഖനനം ചെയ്യുന്ന. IRE പൊതുമേഖലാ സ്ഥാപനം. സ്വകാര്യ മേഖലക്കും കൊടുക്കും. അതിൽ അഴിമതിയൊന്നുമില്ല, കൊടുക്കണം. ഖനനം വരെ പറ്റുള്ളൂ. നമ്മളിത് വിപുലപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അതെന്ത് വേണമെന്ന് പഠിക്കാൻ വേണ്ടി പരിപാടി ഉണ്ടാക്കാൻ ഒരു കൺസൾട്ടന്റിനൊന്നും അല്ല കേട്ടോ വെച്ചത്. KMML, കെൽട്രോൺ, അതുപോലെ ഹൈദരാബാദിലുള്ള ഈ നോൺ ഫെറസ് മെറ്റൽ ടെക്നോളജി ഡെവലപ്മെന്റിന്റെ ഒരു സെന്റർ ഉണ്ട്, ഏറ്റവും അധികാരപ്പെടുന്ന അവരുടെ ഒരു സമിതിയാണ്. അത് വിട്ടിട്ട് സ്വകാര്യ ഏജൻസിക്ക് അദാനിക്കും ബാക്കിയുള്ളവർക്കും പഠിക്കാൻ കൊടുക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കരുതലോടെ ചെയ്യണം. ചെയ്യാനേ പാടില്ല, തൊടാനേ പാടില്ലെന്ന് പറയുന്നവരുണ്ട്. ആ നിലപാട് നമുക്കില്ല. പക്ഷേ കരുതൽ വേണം. അവിടെ ഇത്രയും പേരുടെ ഉപജീവന മേഖലയാ ഈ തീരം എന്ന് പറയുന്നത്. ഇത്രയധികം പേര് താമസിക്കുന്ന സ്ഥലമാണ്. ഇത് സ്വകാര്യ കുത്തകക്കൊന്നും കൊടുക്കാൻ പറ്റൂലെന്ന് ഇവന്മാര് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഈ മേഖലയിലെ ഖനികള് തുറന്നു കൊടുത്തിട്ട് ചെയ്യുന്ന പരാക്രമങ്ങൾ ഒന്ന് വായിക്കണം, കാണണം. ഇതൊന്നും നമ്മുടെ തീരദേശത്ത് സമ്മതിക്കാൻ പറ്റൂല. അപ്പൊ അതും പറഞ്ഞു വന്നാല് നടക്കില്ല. മദ്യത്തിന്റെ കാര്യത്തിൽ ഇതാണ് സർക്കാരിന്റെ നയം എന്നുള്ളതായിരുന്നു ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഒരു മാറ്റം പറയുന്നു, അത് പഠിക്കും, അതിനുശേഷമായിരിക്കും തീരുമാനം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകും സർക്കാർ എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇനി പിന്നോട്ട് പോയില്ല എങ്കിൽ എങ്ങനെയായിരിക്കും LDFന്റെ പ്രതിരോധം? പിന്നോട്ട് പോകുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ മാത്രമല്ല, ഈ കരിമണൽ ഖനനത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ ആശുപത്രിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ ഈ പറയുന്നത്? ഹരിപ്പാട് ആശുപത്രി മെഡിക്കൽ കോളേജ് തന്നെ ഭൂമി ആരുടേത്? സർക്കാർ വിറ്റെടുക്കും. പണം ആരും കെട്ടിടം പണിയാൻ നബാർഡിൽ നിന്ന് വായ്പ എടുത്ത് സർക്കാർ തിരിച്ചടക്കും. നടത്തിപ്പ് ആര്? ഒരു ചാരിറ്റബിൾ സൊസൈറ്റി. ഇത്തരത്തിലുള്ള പിൻവാദ സ്വകാര്യവൽക്കരണമൊന്നും പറ്റത്തില്ലെന്ന്. സ്വകാര്യ മുതലാളിമാർ വരട്ടെ, മാന്യമായിട്ട് മൂലധനം മുടക്കട്ടെ, വ്യവസായം നടത്തട്ടെ, അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം, എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ
ഇത്തരത്തിലുള്ള ഏർപ്പാട് പോകരുത്. ഇതെന്തൊരു ഏർപ്പാട്? ഭൂമിയും പണിത്, ഭൂമിയും ലഭ്യമാക്കി, ആശുപത്രിയും പണിത്, പിന്നെ നടപ്പിക്കാൻ വേറെ ആളെ ഏൽപ്പിക്കുന്നതിന് നമ്മളെത്ര മെഡിക്കൽ കോളേജുകൾ ഭംഗിയായിട്ട് കേരളത്തിൽ നടത്തുന്നത്? മോശം അതൊക്കെ. അപ്പൊ അതൊന്നും അനുവദിക്കില്ല. LDFന്റെ പ്രതിഷേധം ശക്തമായി. ഒരു സംശയവും വേണ്ട കാര്യത്തില്. അയ്യോ, ഇത് നമ്മളൊരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അങ്ങനെ വലിയ അതിരുവിട്ടുള്ളൊന്നും വേണ്ട. ഇരിക്കട്ടെ എന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ, പഠിച്ചു വരട്ടെ. പക്ഷെ ഇരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് കയറി വായിട്ടാലൊക്കെ ഒന്നുപോലെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ അവരവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം കൊടുത്തിരിക്കുക കേട്ടോ. പക്ഷേ കേരളത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പറ്റില്ല.